സൊസൈറ്റിയുടെ പ്രഷർ കാരണം പൊലിഞ്ഞുപോയ ഒരുപാട് ജീവിതങ്ങൾ എനിക്കറിയാം. എന്നെപ്പോലെ എല്ലാവരും ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്നില്ല. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കൊണ്ടും വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത് കൊണ്ടും ഒരുപാട് പേർക്ക് ഞാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നാണ് അറിയാൻ പറ്റിയത്. പ്രത്യേകിച്ചും എൻ്റെ ജീവിതത്തിൽ യാതൊരു റോളുമില്ലാത്ത കുറേ സദാചാര ടീമുകൾക്ക്. അവർക്ക് വേണ്ടിയുള്ള മെസ്സേജ് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നതാണ്. എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഈ വീഡിയോയുടെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എൻ്റെ സ്റ്റോറിയുടെ പാർട്ട് 1 കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള കാലം എൻ്റെ കുട്ടിക്കാലമായിരുന്നു. ഞാൻ ജനിച്ചത് ഒരു വളരെ ട്രഡീഷണലായ എന്നാൽ സാമ്പത്തികമായിട്ട് നല്ല ചുറ്റുപാടുള്ള ഒരു മുസ്ലിം ഫാമിലിയിലാണ്. എൻ്റെ പാരൻസ് 2 പേരും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ പാരൻസ് ഫുൾ ടൈം നമുക്ക് വേണ്ടി അവൈലബിൾ ആയിരുന്നു. എൻ്റെ ഉമ്മ ഒരു വളരെ ട്രഡീഷണലായിട്ടുള്ളൊരു ജീവിതം കൊണ്ടുപോകുന്ന ഒരു സ്ത്രീയായിരുന്നു. അന്നും വീട്ടിൽ പശുവും കോഴിയും ആടും ഒക്കെ ഉണ്ട്. എല്ലാത്തിനെയും വളർത്തുന്നു, കൃഷി ചെയ്യുന്നു. വളരെ സിമ്പിളായിട്ട് ഒരു നാടൻ വീട്ടമ്മ. അതായിരുന്നു എൻ്റെ ഉമ്മ. സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ തന്നെ എണീറ്റ് പലർക്കും ഇഷ്ടമുള്ള പല രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി മക്കളും ഭർത്താവും എണീക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു പക്ക വീട്ടമ്മ. അതായിരുന്നു എൻ്റെ ഉമ്മ. എൻ്റെ ഉമ്മ എൻ്റെ കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ എന്നോട് പറഞ്ഞ വാക്ക്, ഒരു പെണ്ണാണെന്ന് ഓർമ്മ വേണം കേട്ടോ, കെട്ടിച്ചു വിടാനുള്ളതാ. ഒരുമാതിരിപ്പെട്ട ഏത് ആഗ്രഹങ്ങൾ പറയുമ്പോഴും എൻ്റെ ഉമ്മയുടെ റെസ്പോൺസ് ഇത് തന്നെയാണ്. എൻ്റെ ഉമ്മയുടെ ഏക സന്തോഷം അല്ലെങ്കിൽ ഏക ആഗ്രഹം എന്നുള്ളത് ഭർത്താവും മക്കളും സന്തോഷമായിട്ടിരിക്കുക. അതിൻ്റെ അപ്പുറം എൻ്റെ ഉമ്മയ്ക്ക് ഒന്നുമില്ല. ചെറുതിലെ മുതലേ എന്നെ ഒരു നല്ല വൈഫാക്കാനുള്ള ട്രെയിനിങ്ങിലായിരുന്നു എൻ്റെ ഉമ്മ. സൂര്യ ഉദിക്കുന്ന മുതൽ അസ്തമിക്കുന്ന വരെ നമുക്ക് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ, ഫുഡ് ഉണ്ടാക്കൽ, നമുക്കുള്ള ടൈം ടേബിൾ വരെ നോക്കി വയ്ക്കുന്നത് എൻ്റെ ഉമ്മയായിരുന്നു. അടുത്ത ദിവസം ബാഗ് കൊണ്ടുപോകാൻ ടിഫിൻ ബോക്സ് എല്ലാം പാക്ക് ചെയ്ത് നമ്മൾ എണീച്ചെന്ന് ബ്രഷ് ചെയ്ത് റെഡി ആവുമ്പോഴത്തേക്കും ബാഗ് ഉൾപ്പെടെ എല്ലാം റെഡി. എൻ്റെ വാപ്പ കംപ്ലീറ്റ് ടൈമിലും വീട്ടിലുണ്ടായിരുന്നെങ്കിലും വീട്ടിൽ വേലക്കാരി ഉണ്ടായിരുന്നെങ്കിലും എല്ലാ പണിയും ചെയ്യുന്നത് എൻ്റെ ഉമ്മയായിരുന്നു. ഉമ്മക്ക് അന്നും ഇന്നും എന്നും ഒരു ചിന്തയുണ്ട്, ഉമ്മ നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് ശരിയാവില്ല എന്ന്. ഉമ്മ അങ്ങനെ ശീലിപ്പിച്ച് ഇപ്പോഴും എൻ്റെ വാപ്പയും എൻ്റെ ബ്രദേഴ്സും എല്ലാം എൻ്റെ ഉമ്മയെ ഒരുപാട് ഡിപ്പെൻഡൻ്റാണ്. ഞാൻ പെണ്ണായിരുന്നത് കൊണ്ട് എല്ലാം ഞാൻ തന്നെത്താൻ തന്നെ ചെയ്യണമായിരുന്നു. അന്നും ഞാൻ 18ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞ എൻ്റെ ഉമ്മയ്ക്ക് കുക്കിംഗ് വരെ പഠിപ്പിച്ചു കൊടുത്തത് എൻ്റെ വാപ്പയാണ്. എനിക്കെപ്പോഴും തോന്നാറുണ്ട് എൻ്റെ ഉമ്മ സൊസൈറ്റിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന്. ഇപ്പോഴും അതെ, എന്ത് പറഞ്ഞാലും അങ്ങനെ ചെയ്യാൻ പാടില്ല, നീ ഒരു പെണ്ണാണ്, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെയാണ് എൻ്റെ ഉമ്മ എന്നോട് എപ്പോഴും കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. ഉമ്മ എപ്പോഴും പറയും, മാതാപിതാക്കളാണ് മക്കളുടെ കാണത്തക്ക ദൈവമെന്നും ഭാര്യയുടെ കാണത്തക്ക ദൈവം ഭർത്താവുമാണെന്ന്. ഞാൻ ഈ ഒരു കുടുംബത്തിലാണ് ജനിച്ച് വീഴുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ തന്നെയാണ് ഞാനും വിചാരിച്ചു വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ മുടി സ്വന്തമായിട്ട് ചീകി കെട്ടാൻ പഠിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഉമ്മ എന്നെ കുക്ക് ചെയ്യാൻ പഠിപ്പിച്ചു. എൻ്റെ വാപ്പ എന്നെ മുറ്റമടിക്കാൻ പഠിപ്പിച്ചു. വാപ്പ എന്നെ സൈക്കിൾ ചവിട്ടാനും പഠിപ്പിച്ചു. ഞാൻ സൈക്കിൾ ചവിട്ടാൻ പഠിക്കുന്നതിൽ ഉമ്മക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. നീന്തൽ പഠിക്കാനും ഉമ്മ തന്നെയാണ് സമ്മതിക്കാതിരുന്നത്. ഉമ്മയെ ഡ്രൈവിംഗ് പഠിക്കാൻ വാപ്പ സമ്മതിക്കാത്തതിന് കുറ്റം പറയുന്ന ആളാണ് ഉമ്മ എന്ന് ഓർക്കണം. ഉപ്പാപ്പ സ്പോർട്സ് കോട്ടയിൽ പോലീസ് ജോലിക്ക് ഉമ്മയെ വിട്ടില്ല എന്ന് കുറ്റം പറയുന്ന എൻ്റെ ഉമ്മ ഒരു സ്പോർട്സിനും എന്നെ സ്കൂളിൽ ജോയിൻ ചെയ്യാൻ സമ്മതിച്ചില്ല. ഉമ്മ ഇടയ്ക്കൊക്കെ പറയുമായിരുന്നു, ഉമ്മയെ ഡ്രൈവിംഗ് പഠിപ്പിച്ചില്ല വാപ്പ, അതുപോലെ ജോലിക്ക് പോകാൻ സമ്മതിച്ചില്ല എന്നൊക്കെ. എനിക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൽ SI ജോബ് കിട്ടിയപ്പോഴും ഇതേ ഉമ്മ തന്നെയാണ് എന്നെ വിടാതിരുന്നത്. ഒന്നും എന്നെ പഠിക്കാൻ സമ്മതിച്ചില്ലെങ്കിലും എൻ്റെ ഉമ്മ എന്നെ നന്നായിട്ട് കുക്ക് ചെയ്യാൻ പഠിപ്പിച്ചു. എനിക്കിപ്പോഴും കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്, ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. എന്നെ അതുപോലെ എൻ്റെ പല ആഗ്രഹങ്ങളും
ത്യജിക്കാൻ പഠിപ്പിച്ചു. 2 അനിയന്മാരുണ്ടെങ്കിലും ഞാനാണ് ഏറ്റവും മൂത്തതെങ്കിലും അവന്മാർ ആൺകുട്ടികളായതുകൊണ്ട് പെണ്ണെന്നും ആണിൻ്റെ അടിമകളാണെന്നും അവർക്കെതിരെ ശബ്ദം ഉയർത്താൻ പാടില്ലെന്നൊക്കെ എൻ്റെ ഉമ്മ പഠിപ്പിച്ചു. എൻ്റെ ഉമ്മയെ പഠിപ്പിച്ചു കൊടുത്തായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി എൻ്റെ ഉമ്മയെ പഠിപ്പിച്ചു കൊടുത്തതായിരിക്കാം. 18-ാം വയസ്സിൽ കല്യാണം കഴിഞ്ഞിട്ട് 28-ാമത്തെ വയസ്സായപ്പോൾ 3 മക്കളായി, കുടുംബമായി, വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരു വീട്ടമ്മ. അതായിരുന്നു എൻ്റെ ഉമ്മ. ഉമ്മയ്ക്ക് 20-ാമത്തെ വയസ്സിലാണ് ഞാനുണ്ടായത്. എൻ്റെ ഉമ്മ ആഗ്രഹിച്ചിരുന്നത് ഒരു ആൺകുട്ടി ആയിരിക്കണം, ഫസ്റ്റ് കുട്ടി എന്നെങ്കിലും എൻ്റെ വാപ്പ ഉമ്മ പ്രഗ്നൻ്റ് ആയപ്പോഴേ ഒരു വെള്ള ഫ്രോക്ക്, ബ്രൗൺ പുള്ളിയുള്ള ഒരു വെള്ള ഫ്രോക്ക് വാങ്ങി വെച്ചിരുന്നു. അതെനിക്ക് ഇടാൻ പറ്റിയത് ഞാൻ 4-ാം ക്ലാസ്സിലെത്തുമ്പോഴാണ്. ആ ഫ്രോക്ക് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ ഒരു മഞ്ഞ എംബ്രോയ്ഡറി ഉണ്ടായിരുന്നു. അവിടെ ഒരു കുഞ്ഞി ഹോള്, വളരെ ക്യൂട്ടായിരുന്നു. എൻ്റെ വാപ്പ ഒരിക്കലും എൻ്റെ ഉമ്മേനെ തല്ലിയിട്ടില്ല. നമ്മളെ സ്കൂളിൽ കൊണ്ടാക്കുക, സ്കൂളിൽ നിന്ന് സമയത്ത് പിക്ക് ചെയ്യുക, ടിഫിൻ മറന്നു പോയെങ്കിൽ അതും കൊണ്ട് പുറകെ ഓടുക, ഇതൊക്കെയാണ് എൻ്റെ വാപ്പയുടെ ഡെയിലിയുള്ള ജോലികൾ. മറന്നുപോയ ബുക്കുകൾ എടുത്തോണ്ട് വരല്, വീട്ടിൽ നിന്ന് വഴക്കുണ്ടാക്കി ടിഫിൻ എടുക്കാതെ പോകുമ്പോൾ അതുകൊണ്ട് വരല്, ഇതൊക്കെയാണ് എൻ്റെ വാപ്പയുടെ ജോലി. വാപ്പയ്ക്ക് കൃഷി നല്ല ഇഷ്ടമാണ്, ഇപ്പോഴും കൃഷി ചെയ്യുന്നുണ്ട്. വാപ്പ നന്നായിട്ട് തല്ലുമായിരുന്നു നമ്മളെയൊക്കെ. വാപ്പയെ അങ്ങനെയാണ് സൊസൈറ്റി പഠിപ്പിച്ചത്, മക്കളെ തല്ലിയാണ് വളർത്തേണ്ടതെന്ന്. എൻ്റെ വാപ്പയും ഉമ്മയും ഇങ്ങനെ നമ്മളെ ട്രീറ്റ് ചെയ്തത് നെഗറ്റീവായിട്ട് ഞാൻ ഒരിക്കലും കാണുന്നില്ല. കാരണം അവരെ സൊസൈറ്റി പഠിപ്പിച്ചത് ഇങ്ങനെയൊക്കെ ആയിരിക്കണം ഒരു നല്ല പാരൻസ് ചെയ്യേണ്ടത് എന്നാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എപ്പോഴും പറയുമായിരുന്നു, നിൻ്റെ വാപ്പയും ഉമ്മയും പോലത്തെ വാപ്പയും ഉമ്മയും നമുക്കെല്ലാവർക്കും വേണമെന്ന്. എന്നോട് പല ഫ്രണ്ട്സും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സിന് അവരുടെ പാരൻസിനോട് അവരുടെ ഇഷ്ടങ്ങൾ പോലും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അന്ന് അതിൻ്റെ വിലയൊന്നും എനിക്കത്ര മനസ്സിലായില്ല. എൻ്റെ പാരൻസ് അത്ര സ്പെഷ്യലായിട്ടൊന്നും എനിക്ക് തോന്നിയിരുന്നില്ല അന്നൊന്നും. പിന്നെ ഇപ്പോൾ എനിക്കറിയാം, ഇപ്പോൾ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഇത്രയും പ്രായമൊക്കെ ആവുമ്പോൾ എല്ലാം മനസ്സിലാവുമല്ലോ. ഞാനും എൻ്റെ ബ്രദേഴ്സും വളരെ ലക്കിയാണ്. എൻ്റെ പാരൻസ് നമ്മളെ നോക്കിയതും കാണുന്നതും എല്ലാം സത്യം പറഞ്ഞ ഒരുപാട് ലക്കിയാണ്. ഇന്നെനിക്കറിയാം എൻ്റെ പാരൻസ് എൻ്റെ അടുത്ത് കാണിച്ച ഓരോ കാര്യങ്ങളും സൊസൈറ്റിയിൽ നിലനിൽപ്പിന് വേണ്ടിയിട്ടായിരുന്നു. എന്നെ സൊസൈറ്റിയെ ഫേസ് ചെയ്യാൻ പഠിപ്പിക്കുമായിരുന്നു. എൻ്റെ പാരൻസിൻ്റെ ലോകം വളരെ ചെറിയൊരു ലോകമായിരുന്നു. എല്ലാവർക്കും നാടിനെ പറ്റിയും കുട്ടിക്കാലത്തെ പറ്റിയൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിയാണ്. ഞാൻ വളർന്നു വന്ന നാടിനെ കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് വളരെ നന്നായിട്ട് പരദൂഷണം പറയാൻ പറ്റിയ ഒരു കിടുക്കാച്ചി സൊസൈറ്റി. എൻ്റെ ഈ യൂട്യൂബ് ചാനൽ ഞാൻ ഗാർഡനിങ്ങിന് വേണ്ടി തുടങ്ങിയിട്ട് വളരെ ചുരുക്കം മാസങ്ങളെ ആവുന്നുള്ളൂ. വീഡിയോസിൽ ഞാൻ ഇട്ടേക്കുന്ന നിക്കറിൻ്റെ നീളം കാരണം എൻ്റെ നാട്ടുകാർക്ക് ഒരു സമാധാനവും ഇല്ല. എൻ്റെ നിക്കറിൻ്റെ നീളത്തെപ്പറ്റി എൻ്റെ പാരൻസിനോട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി എല്ലാവർക്കും ഇഷ്ടം പോലെ ടൈമുണ്ട്. എൻ്റെ വീട്ടുകാരല്ലേ എന്നെ നിക്കറിട്ട് റോഡിലോട്ട് ഇറക്കിയിരിക്കുന്നത്. എൻ്റെ വീട്ടുകാർക്ക് ഇരിക്കപൊറുതിയില്ല. പരദൂഷണമേ കറങ്ങി കറങ്ങി എൻ്റെ വീട്ടിൽ തന്നെ എത്തുവേ. അപ്പോൾ നാട്ടുകാർക്ക് വേണ്ടിയുള്ള എൻ്റെ മെസ്സേജ്, 21-ാമത്തെ വയസ്സ് തൊട്ട് ഞാൻ എൻ്റെ പാരൻസിൻ്റെ കൂടെ അല്ല ജീവിക്കുന്നത്. ഞാൻ ജോലി ചെയ്ത് കാശുണ്ടാക്കി ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ജീവിക്കുന്നത്. എൻ്റെ നിക്കർ വാങ്ങാനുള്ള കാശ് എൻ്റെ പാരൻസ് അല്ല എനിക്ക് തന്നത്. എൻ്റെ കല്യാണം കഴിഞ്ഞ് ഭർത്താവിനോടൊപ്പം ഞാൻ ഇറ്റലിയിലാണ് ജീവിക്കുന്നത്. നിങ്ങളെയൊക്കെ കൊണ്ട് എനിക്ക് ഉപദ്രവമല്ലാതെ ഒരു ഉപകാരവും ഇതുവരെ ഉണ്ടായിട്ടില്ല. സോ എൻ്റെ പ്രിയപ്പെട്ട ഏതെങ്കിലും നാട്ടുകാർ എൻ്റെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ചൊറിയാനായിട്ട് എൻ്റെ വീട്ടിലോട്ട് ചെല്ലല്ലേ നായിൻ്റെ മക്കളെ എന്നാണ് എനിക്ക്
ഈ വീഡിയോയിൽ കൂടി പറയാനുള്ളത്. ഈ മേൽപ്പറഞ്ഞ ഗണത്തിൽപ്പെടാത്ത എൻ്റെ നാട്ടുകാർക്കും ബന്ധുക്കൾക്കും വേണ്ടി, എൻ്റെ സ്റ്റോറി കേൾക്കാൻ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ എൻ്റെ പാർട്ട് 3 താമസിയാതെ അപ്ലോഡ് ചെയ്യും. എൻ്റെ സ്റ്റോറി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, പിന്നെ ബാക്കി സ്റ്റോറി കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ. എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ലൈക്കും ചെയ്യണം. നമുക്കൊരു ബെറ്റർ സൊസൈറ്റി വേണം. നമുക്ക് ഒരുമിച്ച് അത് ഉണ്ടാക്കിയെടുക്കാം. സൊസൈറ്റിയുടെ പ്രഷർ കാരണം പൊലിഞ്ഞു പോയ ഒരുപാട് ജീവിതങ്ങളെ എനിക്കറിയാം. എല്ലാവരും എന്നെപ്പോലെ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്നില്ല. എല്ലാവരും സ്വാതന്ത്ര്യത്തോടെ ഈ ലോകത്ത് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അത് നശിപ്പിക്കാൻ നമുക്ക് നമ്മുടെ സൊസൈറ്റിയെ അനുവദിക്കരുത്. ഈ സദാചാര പോലീസുകളെ ഇല്ലാണ്ടാക്കണം. അവരെയൊക്കെ പുച്ഛിച്ച് തരം താഴ്ത്തി ഇല്ലാണ്ടാക്കണം. ഒരുപാട് സ്നേഹത്തോടെ ഞാൻ ആൻസി.